Hello everyone, it's me Zen Ruby. ACCL Skill Papers. It is the second part of a student's journey throughout their ACCA qualification, first being the knowledge level. അപ്പോൾ സ്കിൽസ് ലെവൽ പേപ്പേഴ്സ് ഏതൊക്കെയാണ്, അതിലെങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, വാട്ട് ഈസ് ദി എക്സാം പാറ്റേൺ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡിസ്കഷനാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ACCA സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രസ്സും ദ സ്പീഡ് അറ്റ് വിച്ച് ദേ കംപ്ലീറ്റ് പേപ്പേഴ്സിൽ വൺ മെയിൻ ഫാക്ടർ ഇസ് ദ സ്കിൽസ് ലെവൽ. അതായത് ആദ്യമേ അവർ നോളജ് പേപ്പർ കഴിഞ്ഞ് സ്കിൽസിലോട്ട് വരുമ്പോൾ അതിൽ വരുന്ന ആ ഒരു പ്രോഗ്രസ്സും സ്പീഡും വിൽ ഹെൽപ്പ് ദം ടു ഓൾസോ ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ ഇസ് ദ P ലെവൽ. സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ സ്കിൽസ് പേപ്പേഴ്സിലുള്ള കണ്ടൻസും ആൻഡ് ഹൗ ടു അപ്രോച്ച് ദീസ് എക്സാംസ്, ബിക്കോസ് ഓരോ എക്സാം പേപ്പറിന് ഓരോ ഡിഫറെൻറ്റ് അപ്രോച്ചാണ്. സോ ലെറ്റ്സ് ഡു എ ക്വിക്ക് സമ്മറി ഓഫ് ദീസ് പേപ്പേഴ്സ്. ഫസ്റ്റ് ഇസ് കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലോ. നമ്മൾ സാധാരണ വിളിക്കുന്നത് ലോ പേപ്പർ എന്നാണ്. ഇതിന് കുറേ വേരിയൻസ് ഉണ്ട്. ഗ്ലോബൽ വേർഷൻ ഉണ്ട്, അതുപോലെ ഓരോ ലോക്കൽ വേർഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് എ ഗ്ലോബൽ വേരിയൻറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് വെരി പോപ്പുലർലി ചോസൺ ബൈ ദ സ്റ്റുഡൻസ്. അപ്പോൾ സെക്ഷൻ എയും സെക്ഷൻ ബി ആയിട്ടാണ് ഇതിൻ്റെ എക്സാംസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ എയിൽ 1 മാർക്ക് MCQയും പിന്നെ 2 മാർക്ക് MCQസുമായിട്ടാണ്. സെക്ഷൻ ബിയിൽ കേസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ലോ പേപ്പറാണ്, കുറേ ലോസും കുറേ കേസ് സ്റ്റഡീസിൽ ഇത് ഇൻവോൾവ് ആണ്. സോ ഇതിൽ മഗപ്പ് അപ്രോച്ച് ശരിയാവത്തില്ല. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. കാരണം നമ്മുടെ F1, F2, F3 കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ കൂടും when you come to the law paper because it is part of the skills paper. And by the way, ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺ ഡിമാൻഡ് എക്സാംസ് ആയിട്ടാണ് അവൈലബിൾ. സോ ഈ ലോ പേപ്പർ ചെയ്യുന്ന സമയത്ത് ലീഗൽ പ്രിൻസിപ്പിൾസും ലോസും മഗപ്പ് ചെയ്യാണ്ട് അതിൻ്റെ ആ പിന്നിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് കേസ് സ്റ്റഡീസ് വളരെ നല്ലോണം നമ്മൾ പഠിക്കേണ്ടത്. കേസ് സ്റ്റഡീസിൻ്റെ എൻഡ് എന്ത് സംഭവിച്ചു, സോ വാട്ട് ഈസ് എ ലീഗൽ ലോ ആഫ്റ്റർ ദാറ്റ്, എനിത്തിങ് ബിഫോർ ദാറ്റ്, അങ്ങനെ കുറേ കാര്യം നമ്മൾ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലോ പേപ്പറിൽ ആപ്ലിക്കേഷൻ കൂടുതലാണ് കമ്പയർഡ് ടു ദ നോളജ് ലെവൽ. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ലെവൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് ഒരു 5 or 6 കേസ് സ്റ്റഡീസ് മതിയാവില്ല. ദർ ആർ സോ മെനി കേസ് സ്റ്റഡീസ് ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ആർ സപ്പോസ് ടു ഡു. അപ്പോൾ പ്രാക്ടീസിൽ നല്ലോണം ഫോക്കസ് ചെയ്യുക. അപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ ലീഗൽ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും മഗപ്പ് ചെയ്യാണ്ട് ലോസ് എല്ലാം മാക്സിമം ഡെപ്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കാം. പിന്നെ ഇഷ്ടം പോലെ എക്സാം പ്രാക്ടീസും ചെയ്യാം. നെക്സ്റ്റ് ഇസ് ദ പെർഫോമൻസ് മാനേജ്മെൻറ്റ് ഓർ ദ PM പേപ്പർ. ഇത് പറയുമ്പോൾ തന്നെ സ്റ്റുഡൻസിന് ഒരു പേടി വരും. PM പൊതുവെ പാസ്സാവാൻ ബുദ്ധിമുട്ടുള്ള പേപ്പർ എന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, സോ PM കോസ്റ്റിംഗ് ബേസ്ഡ് ആണ്. ഇതിനൊരു ബാക്ക് നോളജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ F2 മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പേപ്പറാണ്. സോ വൺ തിങ് ടു റിമെമ്പർ അബൌട്ട് പെർഫോമൻസ് മാനേജ്മെൻറ്റ് ഇസ് നമ്മുടെ ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ കോസ്റ്റിംഗ് ടെക്നീക്സ്. കോസ്റ്റിങ്ങിൻ്റെ ഓരോ ഫോർമുലാസും ഓരോ ബഡ്ജറ്റിംഗ് കാര്യങ്ങളും അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണെന്നറിയോ, വൺ തിങ് ദറ്റ് ഹാപ്പൻസ് ഇൻ ദി എക്സാം ഇസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയല്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ വാട്ട് സ്റ്റുഡൻസ് മൈ ഡു ഇസ്, അവർ ഈ റിവിഷൻ കിറ്റ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. ആ അപ്രോച്ച് PMൽ വർക്ക് ആവില്ല. കാരണം ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മുടെ കൺസെപ്റ്റിലെ ഡെപ്ത് ഇമ്പോർട്ടൻറ്റ്. കാരണം ഡെപ്ത് ഇമ്പോർട്ടൻ്റ് ആയാലേ, ഡെപ്ത് മനസ്സിലാക്കിയാലേ ആപ്ലിക്കേഷൻ നടക്കത്തുള്ളൂ. സോ മേക്ക് ഷുവർ ഈ കോസ്റ്റിംഗ് ടെക്നീക്സ് നമ്മൾ വളരെ ഡെപ്തിൽ പഠിച്ചിട്ട് മഗപ്പ് ചെയ്യാണ്ട് ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിക്ക് ആക്കാം. ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ ദാറ്റ് ദേ സേ ഇറ്റ്സ് ഹാർഡ് ടു പാസ്, ബിക്കോസ് സ്റ്റുഡൻസ് മഗപ്പ് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ പോലെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം, അങ്ങനെ ദാറ്റ് ഡസ് നോട്ട് വർക്ക്. കോസ്റ്റിംഗ് നല്ല ഡെപ്തിൽ പഠിക്കുക, യു വിൽ ബി ഏബിൾ ടു ക്ലിയർ ദിസ് പേപ്പർ വിത്ത് എ ലോഡ് ഓഫ് പ്രാക്ടീസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മോക്ക് എക്സാംസ് ചെയ്യുക, അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ആൻഡ് യു വിൽ ബി ഏബിൾ ടു ക്ലിയർ ദ PM പേപ്പർ. Next is taxation. I'm talking about the UK variant here. അപ്പോൾ സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സെക്ഷൻ Aയും സെക്ഷൻ Bയും മോസ്റ്റ്ലി MCQs ഫോക്കസ്ഡ് ആണ്. ആൻഡ് സെക്ഷൻ Cയിൽ കൺസ്ട്രക്റ്റഡ് റെസ്പോൺസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതായത് നമ്മുടെ എക്സലും വേർഡിലും ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ടാക്സേഷൻ പേപ്പേഴ്സ് ഫസ്റ്റ് പേപ്പർ വെയർ നമ്മൾ ടാക്സ് ലോസിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. അത്രയും ഡെപ്തിൽ ടാക്സിനെ കുറിച്ച് നമ്മൾ വേറെ ഒരു പേപ്പറിലും പഠിക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഫോക്കസ് എന്താണെന്ന് വെച്ചാൽ ഈ ടാക്സ് ലോസിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ മാക്സിമം മനസ്സിലാക്കാൻ നോക്കുക. കുറേ പ്രാക്ടീസ് ആവശ്യമാണ്. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ എക്സാമിൽ കയറുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണല്ലോ, പക്ഷേ അതിൻ്റെ ക്ലിക്ക് എന്താണെന്ന് വെച്ചാൽ
നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള എല്ലാ MCQസും ABCD ആയിട്ട് തരും. അതിൽ ഒരെണ്ണേ ഉള്ളൂ കറക്റ്റ്, പക്ഷേ ഒരു സ്റ്റെപ്പ് മിസ്റ്റേക്ക് ആക്കി വരുന്ന ആൻസർ വരെ അവിടെ കാണും. സോ മേക്ക് ഷുവർ യു ഐഡൻറ്റിഫൈ യുവർ മിസ്റ്റേക്സ് റൈറ്റ് വെൻ യു ആർ പ്രാക്ടീസിങ്. ഓക്കെ, ആൻഡ് ദർ ആർ സോ മെനി ടാക്സസ്. ഓരോ ടാക്സസ് സമയം എടുത്ത് പഠിക്കാം. ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കാൻ നോക്കുവാണെങ്കിൽ ഫുൾ മിക്സ്ഡ് ബൈ മെസ്ഡപ്പ് ആവും. പിന്നെ ടൈം മാനേജ്മെൻറ്റും ശരിയാക്കാൻ വേണ്ടിയിട്ട് you can actually practice a lot of mock exams. Next is financial reporting or FR. ഇതിനൊരു ബാക്ക് നോളജ് പോലെ FA ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പർ യൂസ്ഫുൾ ആണ്. അക്കൗണ്ടിങ് ബേസ്ഡ് പേപ്പറാണ്. പക്ഷേ IFRS ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് IAS, ഇതിനെക്കുറിച്ച് ഭയങ്കര ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഉണ്ട് നമ്മുടെ FR പേപ്പറിൽ. പിന്നെ ഗ്രൂപ്പ് അക്കൗണ്ട്സിനെ കുറിച്ചും കുറേ ആസ്പെക്ട്സ് ഉണ്ട്. അപ്പോൾ ആദ്യമേ നമ്മുടെ സ്റ്റാൻഡേർഡ്സിൽ ഡെപ്തായിട്ട് പോകുന്ന സമയത്ത് അതിൽ മാക്സിമം ഓരോ ഏരിയാസ്, ഓരോ സ്റ്റാൻഡേർഡ്സിലെ ഓരോ പാർട്സ് മാക്സിമം മനസ്സിലാക്കിയിട്ട് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം എല്ലാ സ്റ്റാൻഡേർഡ്സ് പഠിച്ചിട്ട് അതിൻ്റെ മാത്രമായിട്ട് ചില ബിഗ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് അക്കൗണ്ട്സും സിംഗിൾ എൻറ്റിറ്റിയും നല്ലോണം പ്രാക്ടീസ് ചെയ്യുക ആൻഡ് ഫോക്കസ് വെരി വെൽ ഓൺ IFRS. പിന്നെ ഈ FR പേപ്പറിൽ റേഷ്യോസിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, നമ്മുടെ അക്കൗണ്ടിങ് റേഷ്യോസിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വരും. FA ലെവലിൽ അത് കാൽക്കുലേഷൻ ആണെങ്കിൽ ഇവിടെ അത് ഇൻ്റർപ്രിട്ടേഷൻ ആയിട്ട് വരും. സ്ലോലി ദേ ആർ മേക്കിംഗ് യു ഇൻ ടു ദ വേർഡ് ബേസ്ഡ് എക്സാംസ് അങ്ങനെ. അപ്പോൾ ഈ ഇൻ്റർപ്രിട്ടേഷൻസ് ഉപയോഗിക്കണമെങ്കിൽ ആപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമുലാസ് ഭയങ്കര സിമ്പിൾ ആണെങ്കിലും അതിന് മീനിങ് എന്താണ്, ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തണം. So do a lot of practice, do all the mock exams possible, you will be able to crack your FR. And ഈ സ്കിൽസ് ലെവലിൽ അത്യാവശ്യം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന പേപ്പേഴ്സാണ് ടാക്സും FRഉം. നെക്സ്റ്റ് പേപ്പർ AA, ഓഡിറ്റ് ആൻഡ് അഷുറൻസ്. അനദർ പേപ്പർ ഭയങ്കര പേടി വരുന്നൊരു പേപ്പറാണ്. അതിൻ്റെ അപ്രോച്ച് കാരണമാണ് ഏറെക്കുറെ നമുക്ക് ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ വരുന്നത്. ഞാൻ ഇതൊരു ഏറെക്കുറെ വേർഡ് ബേസ്ഡ് ഡിസ്കേഴ്സീവ് എക്സാം ആണ് കേട്ടോ. So AA exam format is a little different from the other skills level. Section A, Section B, MCQs കുറവും, writing is more. 30 marks for MCQs and 70 marks for writing alone. അപ്പോൾ ഈ AA പേപ്പർ നമ്മൾ കുറേ ടേംസ് പുതിയതായിട്ട് പഠിക്കും. ഇൻറ്റേർണൽ ഓഡിറ്റ്, എക്സ്റ്റേണൽ ഓഡിറ്റ്, ഇൻറ്റേർണൽ കൺട്രോൾ, എത്തിക്സ്, റിസ്ക്, അങ്ങനെ കുറേ സബ്സ്റ്റാൻസീവ് പ്രൊസീജിയേഴ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ സമയം എടുത്തിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഓൾസോ ഒരു സിനാരിയോന്ന് ഒരു റിസ്ക് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഒരു എത്തിക്കൽ പ്രോബ്ലം എന്താണ് മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ റീഡിങ് സ്കിൽസും ഇമ്പ്രൂവ് ചെയ്യണം. ലേൺ ടു റീഡ് എഫക്റ്റീവ്ലി, നോട്ട് ജസ്റ്റ് റീഡ് ഇറ്റ്. എഫക്റ്റീവ്ലി വായിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ പ്രാക്ടീസ് ആവശ്യമാണ്. പിന്നെ ഭയങ്കര തിയറി ബേസ്ഡ് ആൻസേഴ്സ് ആക്കാണ്ട് കുറച്ചൊക്കെ നമ്മുടെ ഓൺ വേർഡ്സിൽ ചെയ്യണം. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ മോക്ക് എക്സാംസ് റെഗുലർലി അവർ നമ്മുടെ ഫാക്കൽറ്റീസ് പറയുന്ന പോലെ തന്നെ ചെയ്തിട്ട് ആസ് ഇൻ ആഫ്റ്റർ യുവർ ഹോൾ സിലബസ് ഇസ് ഓവർ, വാട്ട് എവർ ടൈമിങ് യുവർ ഫാക്കൽറ്റി സേസ് അത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് അത് കൺസിഡർ ചെയ്തിട്ട് ഇംപ്രൂവ് ആക്കാൻ നോക്കുക. സിൻസ് ഇറ്റ് ഇസ് എ വേർഡ് ബേസ്ഡ് എക്സാം, നമ്മുടെ ഒരു പ്രൊഫഷണൽ ടോണിലും എഴുതാൻ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. സോ ഇഷ്ടം പോലെ ടൈപ്പിംഗ് കംസ് ചെയ്യുക. നമ്മുടെ ടൈപ്പിംഗ് സ്പീഡും നമ്മൾ അത്യാവശ്യം ക്യാച്ചപ്പ് ചെയ്യാനും നോക്കണം. സോ AA പേപ്പർ ബുദ്ധിമുട്ടാണെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ, ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്താൽ യു വിൽ ബി ഏബിൾ ടു ക്ലിയർ ഇറ്റ്. ഓൾസോ വിത്ത് ക്ലാസ്സസ് അറ്റ് IIC Lakshya, you will be able to clear this difficult paper. Don't worry about that. Next paper is Financial Management or FM. അപ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ഐഡിയ വേണം while we do this paper. റിസ്ക് മാനേജ്മെൻറ്റ്, ബിസിനസ് ഫൈനാൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ, ഇതുപോലത്തെ പുതിയ കാര്യങ്ങൾ യു ആർ ഗോയിങ് ത്രൂ ഇൻ ദി FM പേപ്പർ. ആൻഡ് പൊതുവെ ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം സ്റ്റോക്ക് മാർക്കറ്റ്സിനെ കുറിച്ചും മണി മാർക്കറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളെയും കുറിച്ചും പഠിക്കും. സോ നിങ്ങളുടെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിനെ കുറിച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ വിൽ ബി സ്റ്റഡിങ് ഇൻ ദി FM പേപ്പർ. അതിൻ്റെ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലത്തെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആസ്പെക്ട്സ് ആയതുകൊണ്ട്, ലൈക്ക് ബിസിനസ് വാല്യുവേഷൻസ് ആൻഡ് ഓൾ ദാറ്റ്, അതായതുകൊണ്ട് സ്പെസിഫിക്കലി അതിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മുടെ അടുത്ത് പ്രാക്ടീസ് ചെയ്യണം. കുറേ ക്വാണ്ടിറ്റേറ്റീവ് മോഡൽസും ഒക്കെ ഉണ്ട്, നമ്മളത് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയൊക്കെ നോക്കണം. അതുപോലെ എക്സാമിൽ ഓൾറെഡി തരുന്ന ഫോമുല ഏതാ എക്സാമിൽ തരാത്തേ, അതൊക്കെ ക്ലിയർലി ഐഡൻറ്റിഫൈ ചെയ്യണം. അലോങ് വിത്ത് ദാറ്റ്, ലൈക്ക് യുവർ ഫാക്കൽറ്റി സേസ്,
ടൈംഡ് മോക്ക് എക്സാം പ്രാക്ടീസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദീസ് ആർ സം അപ്രോച്ചസ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ദി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എക്സാം. സോ ഐ ഹോപ്പ് നമ്മുടെ ഈ ഡിസ്കഷൻ നിങ്ങളുടെ ആ സ്കിൽസ് ലെവൽ പേപ്പേഴ്സിനെ കുറിച്ച് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എൻഹാൻസ് ചെയ്തു. നൗ ഡോണ്ട് വറി, ഓരോ പേപ്പേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് വിൽ ബി കമ്മിങ് സൂൺ. Also, you need a systematic study plan and also proper classes, which is available at IIC Lakshya with your expert faculties. So if there are any more concerns or any more doubts about these papers, feel free to comment. So all the best for all your hard work and success. Thank you.